everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 13th lecture on marginal costing, which is the first module in the subject Strategic Cost and Management Accounting for semester 3 students of MCOM. In previous lecture, we were discussing about shutdown or close down or suspending or continuing activities, which is an important decisional area in marginal costing. And in this lecture, we are going to discuss the balance portion on shutdown or close down or suspending or continuing activities. Okay, then what are the points that are to be considered in case of decision regarding closure or shutdown? And the first one is, by analyzing the proposal of shutdown or outsourcing, if the current income is reduced, then shutdown will not be allowed unless the product or factory has reached at the end of its life cycle. In other words, current profit situation has to be maintained. നമ്മൾ ഈ ക്ലോസ് ചെയ്യുമ്പോഴും ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴും ഒക്കെ നമ്മളുടെ പ്രോഫിറ്റ് സിറ്റുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ക്ലിയർ? ഇപ്പോൾ നമ്മുടെ കറണ്ട് പ്രോഫിറ്റ് സിറ്റുവേഷനെ ഈ ഷട്ട് ഡൗണിൻ്റെ ഡിസിഷനോ അല്ലെങ്കിൽ ക്ലോഷറിൻ്റെ ഡിസിഷനോ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഡിസിഷനോ. വാട്ട് യു മീൻ ബൈ ഔട്ട്സോഴ്സിങ്? ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു വർക്ക് നമ്മൾ പുറത്തു കൊടുത്ത് ചെയ്യിക്കുന്നു. അതിന് അവർക്ക് അവരുടെ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഈ ഷട്ട് ഡൗൺ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ് ഇതിൽ ഏതെങ്കിലും ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ വി വിൽ ഹാവ് ടു കൺസിഡർ വെദർ അവർ പ്രോഫിറ്റ് സിറ്റുവേഷൻ ഈസ് ഡിക്ലൈനിങ് ഓർ നോട്ട്. നമ്മുടെ പ്രോഫിറ്റ് സിറ്റുവേഷൻ ഡിക്ലൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. കറണ്ട് ഇൻകം റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വി വിൽ നെവർ റെക്കമെൻഡ് ഷട്ട് ഡൗൺ. ഓക്കെ, ഷട്ട് ഡൗൺ നമ്മൾ റെക്കമെൻഡ് ചെയ്യരുത്. നമ്മളുടെ ഇൻകം റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഷട്ട് ഡൗൺ റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. പക്ഷെ ചില കേസിൽ പ്രോഡക്റ്റ് ഫാക്ടറിയൊക്കെ ഇറ്റ് ഹാസ് റീച്ച്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. ഈ പ്രോഡക്റ്റ് ഫാക്ടറിയൊക്കെ അതിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ ഏതാണ്ട് എൻഡിലായി. അങ്ങനെയുള്ളൊരു കേസാണെങ്കിൽ ഇൻകം റെഡ്യൂസ് ചെയ്താലും വി വിൽ റെക്കമെൻഡ് ഷട്ട് ഡൗൺ. അതർവൈസ് അല്ലാത്തൊരു കേസാണ്, ഇങ്ങനെ ഈ ലൈഫ് സൈക്കിൾ എൻഡ് ചെയ്യുന്ന ഒരു കേസ് അല്ല എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഇൻകം നമ്മുടെ പ്രോഫിറ്റ് സിറ്റുവേഷൻ ഡിക്ലൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് ഇൻകം റെഡ്യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ദ ഫേം will not be allowed to shut down. Shut down ചെയ്യാനായിട്ട് allow ചെയ്യരുത്. Clear? And the second point is, by applying the differential cost concept in case of outsourcing proposal, it must be seen that saving in cost should be greater than or equal to outsourcing fees payments. Differential cost concept. What do you mean by differential cost? Differential cost is the ഡിഫറൻസ് ഇൻ കോസ്റ്റ് ഓഫ് ടു ഓൾട്ടർനേറ്റീവ് ഡിസിഷൻസ്. അതായത് നമ്മൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യണം, ബാക്കിയുള്ളത് ഡ്രോപ്പ് ചെയ്യണം. ക്ലിയർ? ദെൻ ആ ഓൾട്ടർനേറ്റീവ് പ്രപ്പോസൽസിൻ്റെ കോസ്റ്റിലുള്ള ഡിഫറൻസിനെയാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ബൈ അപ്ലൈയിങ് ദിസ് കൺസെപ്റ്റ്, ഈ ഡിഫറൻഷ്യൽ കോസ്റ്റ് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ കേസ് ഓഫ് ഔട്ട്സോഴ്സിങ് പ്രപ്പോസലിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം വി ഹാവ് ടു കമ്പയർ സേവിങ് ഇൻ കോസ്റ്റ് ആൻഡ് ഔട്ട്സോഴ്സിങ് ഫീസ് പേയ്മെൻറ്റ്സ്. നമ്മൾ ഔട്ട്സോഴ്സിങ് ഫീസ് പേയ്മെൻറ്റ്സും സേവിങ് ഇൻ കോസ്റ്റും കൂടെ കമ്പയർ ചെയ്യും. ആൻഡ് the saving in cost should be greater than or equal to outsourcing fees payments. ഈ ഔട്ട്സോഴ്സിങ് ഫീസ് പേയ്മെൻറ്റ്സിൻ്റെ അത്രയും ഈക്വലോ അല്ലെങ്കിൽ അതിലും കൂടുതലോ ആയിരിക്കണം സേവിങ് ഇൻ കോസ്റ്റ്. സേവിങ് ഇൻ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സേവിങ് ഇൻ കോസ്റ്റ്, ദാറ്റ് ഇസ് ക്യാഷ് ഇൻഫ്ലോ ഈസ് കമ്പ്യൂട്ടഡ് ഫ്രം ദ കൺസെപ്റ്റ് ഓഫ് റിലവൻറ്റ് കോസ്റ്റ്. അതായത് നമ്മുടെ റിലവൻറ്റ് കോസ്റ്റ് കൺസെപ്റ്റിൻ്റെ ബേസിൽ ക്യാഷ് ഇൻഫ്ലോ കമ്പ്യൂട്ട് ചെയ്യും. റിലവൻറ്റ് കോസ്റ്റിൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ബിസിനസ് ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കോസ്റ്റുകൾ. ഹിയർ ദാറ്റ് ഈസ് ബൈ ക്ലോസിംഗ് ഡൗൺ വി ആർ സേവിങ് വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ക്രിഷണറി ഫിക്സഡ് കോസ്റ്റ് ഓർ ഷട്ട് ഡൗൺ കോസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്ന കോസ്റ്റുകൾ ഏതൊക്കെയാണ്? അവോയ്ഡ് ചെയ്യപ്പെടുക വെച്ചാൽ നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ അത്രയും സേവിങ് ഉണ്ടാവുകയാണ്. അപ്പോൾ ആ റിലവൻറ്റ് കോസ്റ്റ് കൺസെപ്റ്റിൽ ഇവിടെയുള്ള
കോസ്റ്റുകൾ ഏതൊക്കെയാണ്? വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ഡിസ്ക്രിഷണറി ഫിക്സഡ് കോസ്റ്റ് ഓർ ഷട്ട് ഡൗൺ കോസ്റ്റ്. അപ്പോൾ ഈ റിലവൻറ്റ് കോസ്റ്റ് കൺസെപ്റ്റിൽ വരുന്ന ഈ കോസ്റ്റുകളുടെ ബേസിസിലാണ് സേവിങ് ഇൻ കോസ്റ്റ്, ആ ക്യാഷ് ഇൻഫ്ലോ കമ്പ്യൂട്ട് ചെയ്ത് സേവിങ് ഇൻ കോസ്റ്റിൽ എത്തുന്നത്. ക്ലിയർ? ആ സേവിങ് ഇൻ കോസ്റ്റിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിങ് ഫീസ് പേയ്മെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ആൻഡ് ദിസ് സേവിങ് ഇൻ കോസ്റ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഔട്ട്സോഴ്സിങ് ഫീസ് പേയ്മെൻറ്റ്സ്. ക്ലിയർ? ഈ 2 പോയിൻറ്റ്സ് ആണ് കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ക്ലോഷർ ഓർ ഷട്ട് ഡൗൺ ആ ഡിസിഷൻ എടുക്കാനായിട്ട് പാടുള്ളൂ. ക്ലിയർ? Okay, then what are the non-cost considerations which may weigh in taking the decision to close down or suspend its activities or not? And the first one, competitors may establish their products. It means that once the business is closed down, നമ്മളുടെ ബിസിനസ് ക്ലോസ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ് വിൽ എൻ്റർ ഇൻ ടു ദ മാർക്കറ്റ് ആൻഡ് ദേ വിൽ ക്യാപ്ചർ ദ മാർക്കറ്റ്. ഓക്കെ, കോമ്പറ്റീറ്റേഴ്സ് എൻ്റർ ചെയ്ത് അവരുടെ പ്രോഡക്ട്സ് കൊണ്ടുവരും. ദെൻ അവിടെ അവർ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യും. ദെൻ നമ്മൾ വീണ്ടും ഈ മാർക്കറ്റ് റീക്യാപ്ചർ ചെയ്യാനായിട്ട് വി വിൽ ഹാവ് ടു ഇൻകർ ഹെവി അഡ്വർടൈസ്മെൻറ്റ് ചാർജസ്. അതൊക്കെ ഇൻകർ ചെയ്തെങ്കിൽ മാത്രമേ പിന്നെ നമുക്ക് നമ്മളുടെ ബിസിനസ് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ? ദെൻ ഫിയർ ഓഫ് റിട്രഷ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ്. ദാറ്റ് മീൻസ് if workers are discharged, it may be difficult to get experienced and skilled workers again at the restart of the business. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെയൊക്കെ നമ്മളിങ്ങനെ വർക്കേഴ്സിന് ക്ലോഷറിൽ റിട്രച്ച് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്കിൽഡായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, വർക്കേഴ്സിനെ കിട്ടാനായിട്ട്. ക്ലിയർ? ദെൻ പ്ലാൻ മേ ബിക്കം ഒബ്സലേറ്റ് വിത്ത് ദ ക്ലോഷർ ഓഫ് ദ ബിസിനസ്. അതായത് ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ ഈ പ്ലാന്റൊക്കെ അവിടെ കിടന്ന് ഒബ്സലേറ്റ് ആയി പോകും. നമുക്കറിയാം, ഒബ്സലേറ്റ് ആയി കഴിഞ്ഞാൽ വി വിൽ ഹാവ് ടു ഇൻകർ ഹെവി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരുപാട് ഭയങ്കര ഹെവി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരും. ഒന്നുകിൽ പ്ലാന്റ് ഒബ്സലേറ്റ് ആയി കഴിഞ്ഞാൽ വെദർ വി ഹാവ് ടു റീപ്ലേസ് ദാറ്റ് ഓർ വി വിൽ ഹാവ് ടു ഇൻകർ ഹെവി മെയിൻ്റനൻസ് കോസ്റ്റ്. ഒന്നുകിൽ റീപ്ലേസ് ചെയ്യേണ്ട വരും, അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ് ഹെവി ആയിരിക്കും. മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കോസ്റ്റ് വളരെ ഹൈ ആയിരിക്കും. ക്ലിയർ? അറ്റ് ദ റീസ്റ്റാർട്ട് ഓഫ് ദ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ക്ലിയർ? ദെൻ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഫേം മേ സഫർ. നല്ലൊരു ഇമേജ് ഉള്ള ഒരു കമ്പനിയാണ് മാർക്കറ്റിൽ നല്ല ഇമേജ് ഉള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ, നല്ല റെപ്യൂട്ടേഷൻ ഉള്ള കമ്പനിയാണെങ്കിൽ, വെൻ സം ആക്ടിവിറ്റീസ് ആർ ക്ലോസ് ഡൗൺ ഓർ സസ്പെൻഡഡ്, കുറച്ച് ആക്ടിവിറ്റീസ് മാത്രം ക്ലോസ് ഡൗൺ ചെയ്യുന്നു, സസ്പെൻഡ് ചെയ്യുന്നു, ദെൻ ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഫേം മേ സഫർ. അപ്പോൾ മാർക്കറ്റിൽ ആ ഒരു റെപ്യൂട്ടേഷനെ അത് ബാധിക്കും, ഗുഡ് വില്ലിനെ ബാധിക്കും കമ്പനിയുടെ. ക്ലിയർ? ദെൻ റിലേഷൻഷിപ്പ് വിത്ത് സപ്ലയേഴ്സ്. അതായത് നമ്മൾ ടെമ്പററി ആയിട്ട് ക്ലോസ് ഡൗൺ ചെയ്യുകയാണ്. വെൻ വി ക്ലോസസ് ടെമ്പററിലി ഓർ സസ്പെൻഡ് ആക്ടിവിറ്റീസ് ടെമ്പററിലി, അങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റ് മേ നോട്ട് ബി ഡിസൈറബിൾ ഇഫ് ദ റിലേഷൻഷിപ്പ് വിത്ത് ദ സപ്ലൈസ് ഇസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ്. അങ്ങനെ ചെയ്യുന്നത് ഡിസൈറബിൾ ആയിരിക്കില്ല, അത്ര നല്ലതായിരിക്കില്ല. നമ്മളുടെ സപ്ലൈസുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അത് അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. അതായത് നമ്മൾക്ക് സ്ഥിരമായിട്ടൊക്കെ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന സപ്ലൈസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ടെമ്പററി ഒന്ന് ക്ലോസ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവരുമായിട്ടുള്ള ഒരു റിലേഷനെ അത് അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യും. ഓക്കെ. ദെൻ ഫിയർ ഓഫ് നോൺ കളക്ഷൻ ഓഫ് ഡ്യൂസ് ഫ്രം കസ്റ്റമേഴ്സ്. അതായത് ബിസിനസ് ക്ലോസ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഈ കസ്റ്റമേഴ്സിൽ നിന്ന് ഓൾറെഡി കിട്ടാനായിട്ട് ഡ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാൻ പറ്റുമോ, അത്തരത്തിലുള്ള ആ ഒരു ഭയം ഉണ്ടാവും. ഓക്കെ. ഫിയർ ഓഫ് നോൺ കളക്ഷൻ ഓഫ് ഡ്യൂസ് ഫ്രം കസ്റ്റമേഴ്സ് ഇൻ കേസ് ഓഫ് ക്ലോസ് ഓഫ് ബിസിനസ് മേ നോട്ട് ഗോ ഇൻ ഫേവർ ഓഫ് ക്ലോഷർ ഓഫ് ബിസിനസ്. ഓക്കെ. അങ്ങനെ ആ ഒരു പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ക്ലോഷറിന് സപ്പോർട്ട് ചെയ്യില്ല. ക്ലിയർ? Hope you all understand the theoretical aspects of shutdown or close down or suspending or continuing activities. We will continue in the next lecture with a problem related to this decisional area in marginal costing. Thank you.